എൻ ഷംസീറിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. കോടിയേരിയുടെ വിടവ് നിർത്താൻ പാർട്ടിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്നാണ്. കോടിയേരിയുടെ ഒപ്പമുള്ള ചിത്രം ഇട്ടുകൊണ്ട് 40,000 വോട്ടാണ് കഴിഞ്ഞ തവണ അവിടെ LDF-നുള്ളത്. 4/1 വോട്ട് ഇത്തവണ അവിടെ ഇതുവരെ പോൾ ചെയ്യപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ. 40,000 വോട്ടിൽ നിന്നാണ് 9,000 വോട്ടിലേക്ക് വോട്ട് കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ BJP-ക്ക് 3ാം സ്ഥാനം. ഈ സമയത്ത് രണ്ട് നേതാക്കന്മാരെ ഓർമ്മ വരും. ഒന്ന് VS അച്യുതാനന്ദനെയും ഒന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രതാപന്റെ ലീഡ് കുറഞ്ഞു. 751 മണലൂരിൽ പ്രതാപന്റെ ലീഡ് കുറഞ്ഞു. ചാത്തന്നൂരിൽ NDA ലീഡ് ഉയർത്തി. ചാത്തന്നൂരിൽ BJP വീണ്ടും 822 വോട്ടുകൾക്ക്. നേമത്തും ചാത്തന്നൂരിലും NDA ലീഡ് ചെയ്യുന്നു. കരമന ജയൻ ലീഡിംഗിന് തൊട്ടടുത്ത് നിൽക്കുന്നു. കേവലം 780 വോട്ടുകൾക്ക് മാത്രം പിന്നിൽ കരമന ജയൻ, തിരുവനന്തപുരം സെൻട്രൽ. അപ്പോൾ 3 മണ്ഡലങ്ങൾ ശ്രദ്ധിക്കണം. 1 നേമം മണ്ഡലം, 2 ചാത്തന്നൂർ മണ്ഡലം, 3 തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം. ഈ 3 മണ്ഡലങ്ങളിൽ NDAക്കുള്ള സാധ്യതയുണ്ട്. നേമത്ത് ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ. രാജീവ് ചന്ദ്രശേഖർ ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടേ ഇല്ല എന്നുള്ളതാണ്. 1ാം റൗണ്ട് മുതൽ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും മാറുകയാണ്. ഇപ്പോൾ 3 വന്നിട്ടില്ല. 3 കരമന ജയനാണ് വരേണ്ടത്. ഇപ്പോൾ കരമന ജയൻ 750 വോട്ടുകൾക്ക് പിന്നിലാണ്. ഇപ്പോൾ ചാത്തന്നൂരും നേമവും മാത്രമേ ഉള്ളൂ. രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തൂക്കി. കേരളം ജയിച്ചു, UDF നയിക്കും. ടൈറ്റിൽ തൂക്കി എന്നാണ്. എല്ലാവരും പൂക്കികളായി മാറുന്നു. അതെ. അപ്പോ കുറ്റ്യാടിയില് പാറക്കൽ അബ്ദുള്ളയുടെ ഭൂരിപക്ഷം 3849 ആയിട്ട് മാറിയിട്ടുണ്ട്. വടകരയില് KK രമയുടെ ഭൂരിപക്ഷം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. 61,000 വോട്ടാണ് KK രമയ്ക്ക് കിട്ടിയത്. MK ഭാസ്കരന് പിടിക്കാൻ പറ്റിയത് 48,000 വോട്ട്. കൊട്ടാരക്കര വീണ്ടും മാറി പറയുകയാണ്. 245 വോട്ടുകൾക്ക് ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുലയുന്നു. ഈ കപ്പൽ ആടി ഉലഞ്ഞതുപോലെ കൊട്ടാരക്കരയും ആടി ഉലയുമോ എന്നുള്ളതാണ് ചോദ്യം. കൊട്ടാരക്കരയിൽ 245 വോട്ട് മാത്രമാണ് ഐഷ പോറ്റിക്ക് ലീഡ് ചെയ്യുന്നത്. The leader of all seasons, the leader of all time, RC രമേശ് ചെന്നിത്തലയ്ക്ക് പാലഭിഷേകം നടത്തുകയാണ് പ്രവർത്തകര്. RCക്ക് പാലഭിഷേകം. RCക്ക് പാലഭിഷേകം. വീഡിയോയുടെ പടം എവിടെ? ACയുടെ പടം എവിടെ? കദളിപ്പഴ അഭിഷേകം. കദളിപ്പഴം ക്ഷേത്രത്തിൽ കദളിപ്പഴവും പാലും. ഇപ്പോൾ ഇതാ RCക്ക് പാലഭിഷേകം നടത്തുന്നു പോസ്റ്ററിൽ എന്നുള്ളതാണ്. ലീഡർ RC എന്നാണ്. ലീഡർ RC. വലിയ ആഘോഷ തിമിർപ്പ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 10 വർഷത്തിന് ശേഷം സംസ്ഥാനത്തിന് അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ള, ഇത്രയും കാലം കഷ്ടപ്പെട്ട് ജോലി എടുത്തതിന്റെ ഫലം കിട്ടിയിരിക്കുന്നു എന്ന നമ്മുടെ രമേശ് ചെന്നിത്തല വരുമ്പോൾ നമുക്ക് അവിടെ ആ പാട്ടിടാലോ അല്ലേ? പിന്നെന്താ? അപ്പൊ ആ തൂക്കി എന്നുള്ള പാട്ട് വേണമെങ്കിൽ ഒന്നിട്ട് കൊടുക്കാം. നമ്മുടെ പ്രവർത്തകരെ ഒന്ന് ആഹ്ലാദഭരിതരാക്കാൻ.